അങ്ങനെ ജോഗിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്ഷീണിച്ച് വരുന്നപ്പോഴത്തേക്കും വഴിയിലൊരു ഫാമിലി വണ്ടിയും കംപ്ലൈന്റ് ആയിട്ട് പെട്ട് കിടക്കുമായിരുന്നു. ഓടി അങ്ങോട്ട് ചെന്നു. അവർക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ട് കിടക്കുമായിരുന്നു. ഞാൻ അപ്പോഴേ ബോണറ്റ് പൊക്കി നോക്കി. എനിക്കും പ്രത്യേകിച്ച് യാതൊരു ഐഡിയ ഇല്ല. സോ ഞാൻ ആ ചേട്ടനോട് തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ വിളിക്കൂ, അവർ പറയുന്ന പോലെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം റേഡിയേറ്ററിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടിയും സ്റ്റാർട്ട്. ഇതുപോലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സ്വയം പണിയെടുക്കാണ്ട് അറിയാവുന്നവരെ വിളിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയി. ഇത് ആ അങ്കിള് എന്നോട് പറഞ്ഞതാണ്. മോർണിംഗ് വയറ് നിറച്ച് കിട്ടിയോണ്ടാണോ എന്നറിയില്ല, എന്തോ ആ ഒരു ക്ഷീണം അങ്ങ് മാറി. അവിടെ നിന്ന് നേരെ സ്മാർട്ട് പോയിന്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മേടിച്ച് നേരെ ബില്ലും ചെയ്ത് റൂമിലെത്തി. പുളിയെല്ലാം കഴിഞ്ഞ് മേടിച്ച ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അതെല്ലാം വയറ് ഫുള്ളായിട്ട് കഴിച്ചു. അപ്പോഴേക്കും ഒരു സോഡ ലൈം കുടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സോഡ ലൈമും സെറ്റ് ചെയ്തു. ഓഫീസ് റിസൈൻ ചെയ്യണോണ്ട് തന്നെ ഓഫീസിന്റെ എല്ലാ ഏരിയയിലും പോയിട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി ഇത് കാണാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിൽ കുറച്ചു നേരം അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മള് ഫുഡെല്ലാം കഴിക്കുന്ന ഏരിയ. ഇവിടെയെല്ലാം ഞാൻ ഇനി ഒരുപാട് മിസ് ചെയ്യും. ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലെ നിള ബിൽഡിംഗിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവര് മാക്സിമം ഇതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. ഈവനിങ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാനായിട്ട് കഴക്കൂട്ടം വന്നതാണ്. നാളെയാണ് എന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. സോ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും മിസ് ചെയ്യാണ്ട് എന്നെ കാണാൻ നോക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.